Assalamualaikum warahmatullahi wabarakatuh. ക്യാരക്ടർ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലാഖ് സീരീസിൽ 27ാമത്തെ ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ സീരീസിൽ പ്രോഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, മനോഹരമായ സ്വഭാവ പെരുമാറ്റം പഠിക്കാനുള്ളതാണ് ലക്ഷ്യം. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ് നമ്മൾ ശ്രമിക്കുക എന്നുള്ള ഒരു വിഷയം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകണമെന്ന് വെച്ചാൽ സന്തോഷ ചിന്തയും പ്രത്യാശയും, പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഹോപ്പ് എന്നുള്ള ബന്ധപ്പെട്ട കാര്യമാണെന്ന് സംസാരിക്കുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലെ ഏറ്റവും പ്രത്യാശയുള്ള മനുഷ്യനായിരുന്നു. ജീവിതത്തിലെ എത്ര കഠിനമായ പരീക്ഷണങ്ങളിൽ വന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു നെഗറ്റീവ് കാര്യങ്ങളോ പറയാറില്ല. ലബി ഓൾവേസ് ഹോപ്പ്ഫുൾ, ഓൾവേസ് ട്രസ്റ്റിംഗ് അള്ളാഹ് എന്നൊരു മോഡായിരുന്നു. അള്ളാഹു താല ഖുർആനിലൂടെ പറയുന്നുണ്ട്, എൻ്റെ കരുണയിൽ നിന്ന് നീ നിരാശരാകരുത് എന്നുള്ളൊരു സംഭവം. അതേപോലെ പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു കാര്യം മാത്രം ചെയ്യുക, അള്ളാഹുവിനെക്കുറിച്ച് നല്ല ധാരണ, ഗുഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് അള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വിഷമം വന്നാൽ പറയുക, അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, അള്ളാഹു വിത്ത് അസ് എന്നുള്ളൊരു സംഭവം, എൻ്റെ കൂടെ അള്ളാഹു എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ്, ഒരു സ്പിരിച്വൽ അള്ളാഹുവിലേക്ക് അടുക്കലാണ് അത് ചെയ്യുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമ്മൾ പ്രത്യാശയുടെ ചരിത്ര ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തായിഫിലെ റിജക്ഷൻ, പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം വാർന്നപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു തലമുറ പിന്നെയെങ്കിലും അവർ വിശ്വസിക്കും എന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള തലമുറ ഇല്ലെങ്കിലും ഇനി വരുന്ന തലമുറയിൽ നിന്ന് ഇസ്ലാമിലേക്ക് സ്വീകരിക്കുന്ന തലമുറ വരുമെന്ന് ഉള്ളൊരു ഹോപ്പാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചാൽ. അവിടെ ഒരു നെഗറ്റിവിറ്റി അല്ല അവിടെ ചെയ്ത. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്ന സംഭവം പോലും അതാണ്. അപ്പോഴും ഒരു പോസിറ്റിവിറ്റിയാണ് അവിടെ പറയുന്നത്. അത് ഹിജറ സമയത്തുള്ള പോസിറ്റീവ് തിങ്കിങ്. ഗുഹയിൽ ശത്രുക്കൾ എത്തുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയന്നു. പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭയപ്പെടേണ്ട ആവശ്യമില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്നുള്ളൊരു വാക്കായിരുന്നു അവിടെയും ഒരു ഹോപ്പ് ആണ് പറഞ്ഞത്. അല്ലാതെ അവിടെ ഒരു നെഗറ്റിവിറ്റി അല്ല അവിടെ പറഞ്ഞത്. അതേപോലെ ബാഡ് സിറ്റുവേഷനിൽ പോലും ഓപ്പർച്യൂണിറ്റി കാണുന്ന സ്വഭാവമായിരുന്നു നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഫുൾ ടൈം അള്ളാഹുവിലേക്ക് നമ്മുടെ ജീവിത തവക്കുൽ, ഒരു കാര്യമായ തവക്കുൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രമേൽ വലിയ പ്രത്യാശയും ഹോപ്പ്ഫുൾ വേറെ ഒരു കാര്യത്തിൽ നമുക്ക് വേണ്ട കാര്യമില്ല. നമ്മൾ ഓടി തളർന്ന് വീഴുന്നാൽ പോലും നമ്മൾ എഴുന്നേൽത്ത് പിന്നെയും ഓടാനുള്ള ഊർജ്ജമാണ് അള്ളാഹുവിനോടുള്ള തവക്കുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബും. ബാഡ് സിറ്റുവേഷനിൽ ഓപ്പർച്യൂണിറ്റി കാണുന്ന സ്വഭാവമായിരുന്നു. ബദർ, ഉഹുദ്, ഹന്തക്ക്, ഓൾ കൈൻഡ് ഓഫ് അതൊരു കഠിനമായൊരു സംഭവമായിരുന്നു. സ്റ്റിൽ പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ, വിജയം അടുത്തതാണ് എന്നുള്ള ഇതാണ് പറഞ്ഞത്. അതേപോലെ സമൂഹമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പോസിറ്റീവ് വ്യൂ, പീപ്പിൾസിനോട് പോസിറ്റീവ് വ്യൂ മാത്രമേ പറഞ്ഞുള്ളൂ. ഈവൻ സിനേഴ്സ്, എനിമീസ്, ഹൈപ്പോക്രൈറ്റീസ് പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലീവ് ഹാർട്ട്സ് ക്യാൻ ചേഞ്ച് എന്നുള്ളൊരു സംഭവമാണ്. അതേപോലെ നമുക്ക് തവക്കുൽ എന്ന് പറയുന്ന സംഭവം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഞാൻ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞ ഒരു കോട്ട്സ് ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിനുള്ള ആത്മാർത്ഥ തവക്കുൽ ഒരു പക്ഷിയെ പോലെയാണ്. പക്ഷി എന്തുകൊണ്ടാ, രാവിലെ ഒട്ടിയ വയറുമായിട്ട് രാവിലെ പറന്നു പോയിട്ട് രാത്രിയാകുമ്പോൾ എന്നിട്ട് വയറ് നിറച്ച് കൂട്ടിൽ വന്ന പക്ഷിയെ പോലെയാണ് ഒരു തവക്കുലിൻ്റെ ഉപമ പറഞ്ഞത്. അത് ചിത്രമേൽ ശരിയാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. പ്രകൃതിയിൽ പക്ഷികളാണെന്നുണ്ടെങ്കിൽ അവരുടെ തവക്കുലെന്ന് അവർ ഇന്നിപ്പോൾ നാളത്തെ ഫുഡ് എപ്പോൾ കിട്ടും എന്നുള്ളൊരു ചിന്തയിലല്ല. നാളെ അവർ ഇറങ്ങുന്നു, ഫുഡ് അന്വേഷിച്ച് കണ്ടെത്തുന്നു, കഴിക്കുന്നു, വയറ് നിറയ്ക്കുന്നു, തിരിച്ച് വീട്ടിലെത്തുന്നു. അതൊരു തവക്കുൽ സംഭവമാണ്. അതേപോലെ തന്നെയാണ് മനുഷ്യരുടെയും കാര്യം. എന്ത് കാര്യത്തിനും തവക്കുലാണ്. ബാക്കി നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്ന് നൽകപ്പെടുന്നതാണല്ലോ. നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് ഗുണം നൽകുന്നതും
അള്ളാഹു തആലയാണ്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുക. ഒരു പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും വേണം. നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അതിൻ്റെ കൂടെ ഒരു എളുപ്പം അള്ളാഹു തആല നൽകുന്നതാണ് എന്ന് നമുക്ക് കാണാം. അത് അത്രമേൽ ഭംഗിയുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ ആ സമയത്ത് നമുക്കത് അനുഗ്രഹമായിട്ട കാര്യമല്ലായിരിക്കും. അതിലെന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാവും. അതേപോലെ ഒരു രാജാവിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ. രാജാവും മന്ത്രിയും കൂടി കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് രാജാവിൻ്റെ അടുത്ത് രാജാവിൻ്റെ കൈ മുറിഞ്ഞ് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് പറയുന്ന സമയത്ത് മന്ത്രി പറയുന്നുണ്ടല്ലോ, ഇതിലും എന്തെങ്കിലും ഒരു നന്മയുണ്ടാകും എന്നൊരു സംഭവം. അപ്പോൾ ആ വേദനയിലും ആ ദേഷ്യത്തിലും ആ മന്ത്രിയെ അവിടുത്തെ പൊട്ടക്കിണറിൽ തള്ളിയിട്ടിട്ട് രാജാവ് മുന്നോട്ട് പോകുമ്പോൾ രാജാവിനെ എന്നിട്ട് അവിടുത്തെ ട്രൈബ് പിടിച്ചിട്ട് പോയിട്ട് പറയുന്നുണ്ടല്ലോ, പിടിച്ചിട്ട് പോയിട്ട് അദ്ദേഹത്തെ ബലികർമ്മം ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ രാജാവിൻ്റെ കയ്യിൽ കെട്ട് കണ്ടിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഇതെന്ത് പറ്റിയതാണ്, ഇത് മുറിവ് പറ്റിയതാണ്, എന്ത് കാരണം അവിടെ പറയുന്നുണ്ട്, അത് ഓർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആചാരപ്രകാരം എന്തെങ്കിലും അപാകത ഉള്ള മനുഷ്യനെ ബലികർപ്പിക്കാൻ പറ്റൂല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രാജാവിനെ വെറുതെ വിട്ട് അയക്കുകയും രാജാവ് തിരിച്ചു ചെന്ന് ആ കിണറ്റിൽ നിന്ന് മന്ത്രിയെ രക്ഷപ്പെടുത്തിയിട്ട് ആ മന്ത്രിയോട് പറയുന്നുണ്ടല്ലോ, നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ഇന്നത് മനസ്സിലായി അത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ മന്ത്രിയും പറയുന്നുണ്ട്, ഇതും ശരിയാണ്, എന്നെയും രാജാവ് കുഴിയിൽ തട്ടിയിട്ടതും നന്മയാണ്, ഞാനും നിങ്ങളുടെ കൂടെ അവിടെ എത്തിയിരുന്നെങ്കിൽ ആ ട്രൈബ് എന്നെ പിടിച്ചിട്ട് രാജാവിനെ വെറുതെ വിട്ടേനെ, അതും ഒരു നന്മയാണ് എന്നവിടെ പറയുന്നുണ്ടല്ലോ. അതുതന്നെയാണ്, ഒരു പാടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എളുപ്പം ഉണ്ടാകും എന്നുള്ളൊരു സത്യമായ കാര്യമാണ്. അത് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പകർത്തേണ്ടതാണ്. നെഗറ്റീവ് തോട്ട്സ് റീപ്ലേസ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സ് എന്തായാലും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മൾ സംഭവം എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വിചാരിക്കുന്നത് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ളൊരു സംഭവമാണ്. സൈക്കോളജി പരമായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ ഒന്നെങ്കിൽ അത് വഴി മാറ്റി വിടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അത് ഇപ്പം ചിന്തിക്കുന്നു, എനിക്കെന്താണത് അത് സംഭവം എന്നുള്ളത്. പിന്നെ മാക്സിമം പോസിറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള നമ്മൾക്ക് ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും എക്സൈറ്റിംഗ് ആണെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അത് എനിക്ക് കഴിയും, അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു എന്നിട്ട് ആത്മാവിന് നമ്മളത് എപ്പോഴും ഉണർത്തുകയും ഈ പരീക്ഷണത്തിന് പിന്നിൽ എന്തോ ഒരു നന്മയുണ്ടെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. ഞാൻ പറഞ്ഞ പോലെ ഓരോ കഠിനത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകും എന്നുള്ളത് പറഞ്ഞാൽ ഒരു കയറ്റത്തിൻ്റെ കൂടെ ഒരു ഇറക്കമുണ്ടാവാം എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ്. എല്ലാ ജീവിതത്തിലും എപ്പോഴും ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഒരു കയറ്റവും ഉണ്ടാവും, ഒരു ഇറക്കവും ഉണ്ടാവും, ഒരു കയറ്റവും ഉണ്ടാവും, ഒരു ഇറക്കം ഉണ്ടാവും. അത് ഒരു നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഉണർത്താനാവാം, പല കാര്യങ്ങൾ നമ്മൾ മറക്കാനാവാം എന്നുള്ള ചിന്ത വേണം. അതേപോലെ നമ്മളിപ്പം കഠിനമായ സമയത്ത് പോകും, യു ആസ് എ ട്രെയിനിങ്, നമുക്കൊരു പരീക്ഷണം എന്നുള്ള കഠിനമായ പരീക്ഷണം എന്നുള്ള അതും നമ്മളെ എന്തൊക്കെയോ നമ്മളെ ഉണർത്താനാണ്, പഠിപ്പിക്കാനാണ്, അതിൽ നിന്ന് എന്തൊക്കെയോ നമുക്ക് എന്നിട്ട് പഠിച്ച് നമ്മൾ അത് മനസ്സിലാക്കാനാണ് എന്നുള്ളൊരു സംഭവമാണ്. പ്രോബ്ലം എന്നുള്ളൊരു സംഭവം അതൊരു ഗ്രോത്താണ്. അതിൽ പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുസ്ലിമിൻ്റെ ഓരോ പരീക്ഷണവും അവൻ്റെ പാപങ്ങൾ കളയപ്പെടുന്നതാണ്, അതിൽ നിന്ന് വെട്ടപ്പെടുന്നതാണ് എന്ന് പറയുന്നുണ്ടല്ലോ. സ്പീക്ക് ഹോപ്പ്ഫുള്ളി വേർഡ്സ്. ടോക്സ് എപ്പോഴും ഒഴിവാക്കുക. നെഗറ്റീവ് ലൈഫ് അതുകൊണ്ട് ഉണ്ടാവേ ഉള്ളൂ. അതേപോലെ പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ടു സോഫ്റ്റ്ലി ജെൻ്റ്ലി ഹോപ്പ്ഫുള്ളി സ്പീക്കിംഗ്. എന്ത് കാര്യത്തിലും ഒരു പ്രത്യാശ, ഒരു ഹോപ്പ് നമുക്ക് എപ്പോഴും വേണം. എന്നുവെച്ചാൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളൊരു ഹോപ്പിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അത് എന്താ പറയുക, നമ്മളൊരു പിടിവള്ളിയാണ് ആ സംഭവം, ഹോപ്പ് എന്ന് പറയുന്ന സംഭവം. അതെന്ന് നഷ്ടപ്പെടുന്നോ അന്ന് ജീവിതം നമുക്ക് ഭയങ്കര മടുപ്പും നിരാശയും ഡിപ്രഷനും എപ്പോഴും ഉണ്ടാവും. അത് ഒഴിവാക്കരുത്. ഓടുന്ന ആൾ വീണാലും എഴുന്നേൽറ്റ് നടക്കുക, അതവനൊരു ഹോപ്പാണ്, എനിക്ക് ഇനിയും സമയമുണ്ട് ജയിക്കാൻ എന്നുള്ളൊരു ഹോപ്പാണ്. അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾസ്. അതേപോലെ നമ്മൾ ഫ്രണ്ട് സർക്കിളോ കാര്യങ്ങളോ അങ്ങനെ നെഗറ്റീവ് എന്ത് കാര്യത്തിലും നിരാശപ്പെടുത്തുന്ന, നെഗറ്റീവ് പറയുന്ന, പോസിറ്റിവിറ്റി യാതൊരു കാര്യത്തിലും ഇല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കംപ്ലൈനേഴ്സ്, കാരണങ്ങൾ ചെയ്യുന്ന കാരണങ്ങൾ എപ്പോഴും കാരണം പറയുന്ന ക്രിട്ടിക്സ്, എപ്പോഴും നമ്മളെ ക്രിട്ടിക്സ് മാത്രം കാണിക്കപ്പെടുന്ന, ഒരു നന്മ പോലും കാണിക്കപ്പെടാത്ത ക്രിട്ടിക്സ് മാത്രം പറയുന്ന, അതിൽ ഡ്രാമ മൈൻഡ് ഡ്രെയിൻ ചെയ്യുന്ന, സ്റ്റേ വിത്ത് ഹോപ്പ്ഫുള്ളി പീപ്പിൾ.
എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ഫ്രണ്ട് സർക്കിളിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മൾ. അവരെപ്പോഴും ഒരു മടിയന്മാരെ പോലെ ആണെന്നുണ്ടെങ്കിൽ 9 മടിയന്മാരുണ്ടെങ്കിൽ 10ാമത്തെ മടിയൻ നമ്മളാവും. അതങ്ങനെ തന്നെയാണ്. എന്ത് കാര്യം നമ്മൾ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മളത് അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും കാലകാലം പഴകെ അത് നോർമലൈസ് ചെയ്ത് അതും കുഴപ്പമില്ല, അവരുടെ സ്റ്റൈലിലേക്ക് നമ്മൾ മാറുന്നതാണ്. അപ്പോൾ ആ സ്റ്റൈൽ ഒഴിവാക്കിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ എന്നിട്ടാ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് സർക്കിൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനോ നമ്മളെക്കാൾ ഉയർന്ന മൂല്യങ്ങൾ കീപ്പ് ചെയ്യുന്ന ഉയർന്ന ചിന്താഗതികൾ എന്ന് വെച്ചാൽ ഉയർന്ന പോസിറ്റീവ് തിങ്കിങ്ങും അവർക്കും രക്ഷപ്പെടണം, അവരും ഫോക്കസ് ചെയ്യുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയാണെന്നുള്ളൊരു ചിന്തകളും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന കൂട്ടുകാരോടൊപ്പം ആണെന്നുണ്ടെങ്കിൽ നമ്മളും ആ 10ാമത്തെ ഒരാൾ ഹാർഡ് വർക്കിങ്ങും നമ്മൾ നമ്മുടെ സക്സസ്ഫുള്ളിന് വേണ്ടി ഫോക്കസ് ചെയ്ത് എത്തിപ്പിടിക്കാൻ ആ ചാടിപ്പിടിക്കാൻ വേണ്ടി ഓട്ടത്തിൽ വീണാലും തിരിച്ച് ഓടാൻ വേണ്ടിയുള്ള പ്രചോദനം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതേപോലെ അള്ളാഹുവിനോടുള്ള വിശ്വാസത, എന്ത് തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും അതിന് ഗുണം നൽകുന്നത് അള്ളാഹു ആണെന്നുള്ളൊരു തവക്കുൽ നമ്മൾക്ക് വേണം. ഡിലേ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇപ്പം ഒരു കാര്യം നമുക്ക് അനുഗ്രഹമല്ലേ, അത് അള്ളാഹു നമുക്കത് നന്മയായിട്ട് കരുതിയിട്ടുണ്ടാവില്ല. അത് നിനക്ക് കിട്ടാൻ വിധിച്ചത് എന്തായാലും നിനക്ക് കിട്ടുകയും ചെയ്യും. നിനക്ക് വിധിക്കാത്തത് അള്ളാഹു എന്തായാലും കിട്ടുകയില്ല. അതിൽ നിനക്ക് കിട്ടാത്തതിൽ നീ വിഷമിക്കേണ്ടതില്ല. അതിലും നന്മയുണ്ട്. കിട്ടിയതിൽ നീ അഹങ്കരിക്കേണ്ടതും വേണ്ട. അതിൽ പഠിക്കാനും ഉണ്ടാവും, നന്മയും ഉണ്ട് കാര്യങ്ങൾ. രണ്ടിലും നന്മയും ഉണ്ട്, പഠിക്കാനുള്ള കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. പിന്നെ അള്ളാഹു താലയോട് എപ്പോഴും അടുത്ത് ദുആ ചെയ്യുക, അതൊരു മാനിഫെസ്റ്റേഷനാണ്. അള്ളാഹുവിനോട് അടുത്ത് നമ്മൾ കാര്യങ്ങൾ മാറ്റാനും കാര്യങ്ങൾ ഇതാക്കാനും അതൊരു മാനിഫെസ്റ്റേഷനാണ് അള്ളാഹുവിനോടുള്ള. അത് എവരി ദുആ ആൻസേർഡ് ഇൻ ദ ബെസ്റ്റ് വേ. അള്ളാഹു താല എന്താ പറയണത്, നിങ്ങൾ അള്ളാഹു താല എത്രമേൽ അള്ളാഹു താലിനോട് ചോദിക്കാൻ പറ്റുമോ അത്രമേൽ നമ്മൾ അള്ളാഹു താല ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ്. അള്ളാഹു താലയുടെ കാരുണ്യം അത്രമേൽ എത്ര പറയാം, നമുക്ക് കണക്ക് എണ്ണാൻ പറ്റാത്തോളം കാരുണ്യവും സമ്പത്തും എല്ലാം അള്ളാഹു താലയിലുണ്ട്. അത് നൽകാൻ അധികം താമസമൊന്നുമില്ല. പിന്നെ ഫ്യൂച്ചറിനെ പറ്റി പോസിറ്റീവ് തിങ്ക് ചെയ്യുക. അതിനെ വെറി ഡിസ്ട്രോയ് ദ പ്രസൻറ്റ്. ഇപ്പോൾ പ്രസൻറ്റ് കാര്യങ്ങളെ പറ്റി നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങളെ പറ്റി എന്നിട്ട് വിഷമിക്കാതെ വിലപിക്കാതെ പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ആക്ഷൻ മേക്ക് എ റിസൾട്ട് എന്നാണല്ലോ. എന്ത് ആക്ഷൻ ഉണ്ടാക്കിയാലും അതിൻ്റെ റിസൾട്ടാണ് നമുക്കൊരു പോസിറ്റിവിറ്റിയും മോട്ടിവേഷൻ. അല്ലാതെ നമ്മൾ ഇന്ന് റീല് കണ്ടിട്ട് അത് മോട്ടിവേറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. മോട്ടിവേഷൻ ഈസ് എന്താ പറയുക, ഒരു ബലൂണല്ല, എന്താ പറയുക, ഒരു പറപ്പിച്ച ബലൂണാണ്. പെട്ടെന്ന് പൊട്ടാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടണ ഒരു ബബിള് പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഊതണ പോലെയാണ്. അത് പെട്ടെന്ന് വീർക്കുകയും ചെയ്യും, പെട്ടെന്ന് പൊട്ടുകയും ചെയ്യണ പോലെയാണ് മോട്ടിവേഷൻ. അങ്ങനെ ആവരുത്. നമുക്ക് എപ്പോഴും ഒരു ഹോപ്പും വേണം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ശ്രമിക്കുക. നമ്മളത് പഠിക്കുക, ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. അതിലൊരു ഇതും വേണ്ട. ഉയർന്ന ചിന്താഗതി മൂഞ്ച ജീവിതം എന്നൊരു അവസ്ഥയാകരുത്. നമ്മൾ പോസിറ്റീവ് തിങ്കിങ്, ആക്ഷൻ ഉണ്ടാവണം. ആക്ഷൻ മേക്ക് എ റിസൾട്ട് ടു മോട്ടിവേറ്റ്. അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറർ ആൻഡ് ഫിക്സ് മെത്തേഡ് തന്നെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഒന്ന് വീഴും, പിന്നെ നമ്മൾ എഴുന്നേൽറ്റ് നടക്കും, പിന്നെയും വീഴും, എഴുന്നേൽറ്റ് നടന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അത് പ്രായോഗികമാക്കേണ്ട കാര്യമാണ്. അതേപോലെ പ്രോഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എംബോഡീഡാണ്. ഹി തോട്ട് വിശ്വാസി നല്ല നാൾക്കായി പ്രതീക്ഷിക്കുന്നവനാണ്. പോസിറ്റീവ് ഫോർ ഫ്യൂച്ചർ. മനസ്സ് ശുദ്ധമാക്കുക, ദുആയോട് മുന്നോട്ട് പോവുക, നെഗറ്റീവ് എനർജി അവോയ്ഡ് ചെയ്യുക, നെഗറ്റീവ് ടോക്സ് അവോയ്ഡ് ചെയ്യുക. അള്ളാഹു നമുക്കൊരു പ്ലാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ട്രസ്റ്റ് ചെയ്യുക. നമുക്ക് ഓരോ വഴികളും ഒരു ഇറർ ആൻഡ് ഫിക്സ് മെത്തേഡ് തന്നെയാണ്. നമ്മൾ ആ വഴി പോകുമ്പോൾ അതിൽ അള്ളാഹു താല തിന്മ ഉണ്ടെങ്കിൽ നമുക്ക് ആ തിന്മ കാണിച്ചു തരും. അത് ഒഴിവാക്കുക, അടുത്ത നന്മയിലേക്ക് പോവുക. അതിലെ നന്മ കൂടെ അതിലും ഉണ്ടാവും. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിൽ നിരാശപ്പെടാതിരിക്കുക. അതിൻ്റെ നന്മ നൽകുന്ന അള്ളാഹു തആലയാണ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ, പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഒരു സുന്നയാണ്. ഒപ്റ്റിമൈസിങ് ഈസ് വർഷിപ്പ്, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ സംഭവം അത്രമേൽ നല്ലൊരു നമ്മുടെ ലൈഫ് ബെറ്ററാക്കാനും ലൈഫിൻ്റെ കാര്യങ്ങൾ അടിപൊളിയാക്കാനും എന്ത് കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റി നമ്മളെപ്പോഴും കരുതുക. ഇപ്പം ഒരാളുടെ നമുക്ക് ജീവിതത്തിൽ എത്രമേൽ അനുഗ്രഹങ്ങളിൽ നമ്മൾ ഓരോ ദിവസം നമ്മളെ
രാത്രിയാകുമ്പോൾ വിലയിരുത്തുക. നമ്മളെന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത്, എന്തൊക്കെ നമ്മൾ ഇന്ന് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്ത്, എന്തൊക്കെ നമുക്ക് ഇന്ന് ഒഴിവാക്കണം എന്ന് തോന്നിയ കാര്യങ്ങൾ എന്താണ്, അത് നാളെ പതുക്കെ ഒഴിവാക്കുക. പുതിയ പുതിയ ചെറിയ സ്മോൾ ഹാബിറ്റുകൾ തുടങ്ങുക. ഇതാവട്ടെ നിങ്ങൾ ഇന്നത്തെ തുടക്കമാകട്ടെ. ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക. നാളത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, എൻ്റെ വാക്കുകൾ ഇത്ര നേരം നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ക്ഷമ എന്തായാലും എന്നിട്ട് റെസ്പെക്റ്റ്ഫുള്ളാണ്, അത് കയ്യടിക്കേണ്ടതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജസാക്കല്ലാ ഖൈർ. ഇൻഷാ അല്ലാ നാളെ നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. ഇതിൽ തെറ്റുകുറ്റങ്ങളുണ്ടാവാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേണറാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ ആയ എല്ലാ എല്ലാ ജനങ്ങൾ ആരൊക്കെ കേൾക്കണമെന്നുണ്ട് എനിക്കറിയില്ല. അപ്പോൾ തിരുത്തി തരേണ്ടത് തിരുത്തി തരിക, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടെന്നുള്ളത് നിങ്ങൾ പറയുക. ഇൻഷാ അല്ലാ എല്ലാ ദുആയിലും എന്നെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം എന്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പകർത്താൻ പറ്റുന്നുണ്ടോ അതൊക്കെ പകർത്തുന്ന മുത്തക്കിങ്ങൾ നമ്മളെയും എല്ലാവരും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുആ വസിയത്തോടെ വാഹിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ.